അവതാരകയായി എത്തി തന്റെ വ്യത്യസ്തമായ ശൈലി കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുത്ത താരമാണ് രഞ്ജിനി ഹരിദാസ്. ആങ്കറിംഗ് എന്ന കരിയറിൽ പലർക്കും മാതൃക. അവതാരക എന്ന് പറഞ്ഞാൽ ഇന്നും രഞ്ജിനിയുടെ മുഖമാണ് മനസ്സിലേക്ക് ഓടിവരിക. കാരണം എന്നും പരമ്പരാഗത രീതികളെ പൊളിച്ചെഴുതിയായിരുന്നു രഞ്ജിനിയുടെ വളർച്ച. ഇന്നിതാ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 3 പതിറ്റാണ്ടാകവേ തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയുകയാണ് രഞ്ജിനി. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ തന്റെ ഓരോ ചുവടുവയ്പ്പുകളും അതിനിടയിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളും രഞ്ജിനി തുറന്ന് സംസാരിച്ചു. ആദ്യകാലങ്ങളിൽ ഫോട്ടോഷൂട്ടുകൾക്കായി ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്തതും തുടക്കകാലത്ത് ചെയ്ത പരിപാടികൾക്ക് പണം ലഭിക്കാതെ പോയതും ഷൂട്ടിംഗ് സെറ്റുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയും രഞ്ജിനി തുറന്നു പറയുന്നുണ്ട്. ഒപ്പം പ്രമുഖർ അടക്കമുള്ളവരിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന സമീപനങ്ങളെക്കുറിച്ചും രഞ്ജിനി സംസാരിച്ചു. ആരുടെയും പേരെടുത്തു പറയാതെയായിരുന്നു തുറന്നു പറച്ചിൽ. ഷോയ്ക്കായി ദുബായിൽ പോയാൽ ഇന്നും കംഫർട്ടബിൾ അല്ലെങ്കിൽ താൻ ഹോട്ടലിൽ താമസിക്കില്ലെന്നും മിക്കവാറും സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ പോകുമെന്നും രഞ്ജിനി പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് താരങ്ങളും കലാകാരന്മാരുമുള്ള ഒരു പരിപാടിക്കിടെ ഒരു സ്പോൺസർക്ക് തന്നെ കാണണമെന്നും ലഞ്ചിന് പോകണമെന്നും പറഞ്ഞതായി രഞ്ജിനി ഓർക്കുന്നു. അന്ന് മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. ആ സ്പോൺസർക്കൊപ്പം ലഞ്ചിന് പോയി. ലഞ്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, നമുക്കൊരു ഫോൺ മേടിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് ഫോൺ വേണ്ട. അത് ആദ്യ അനുഭവമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെയാണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് അന്ന് പോന്നു. പിന്നീട് ആ ഷോയ്ക്കിടെ തന്നെ മറ്റൊരുപാട് ആർട്ടിസ്റ്റുകൾ രാത്രി കഥകിൽ മുട്ടുന്നതിനെക്കുറിച്ചും ഫ്ളാറ്റിലേക്ക് ക്ഷണിക്കുന്നതിനെക്കുറിച്ചും തന്നോട് തുറന്നു പറഞ്ഞിരുന്നുവെന്നും രഞ്ജിനി പറഞ്ഞു. മറ്റൊരിക്കൽ ഷോ കഴിഞ്ഞ് ഡിന്നർ എന്ന് പറഞ്ഞ് കൊണ്ടുപോയത് വേറെ എവിടെയോ ആണെന്നും രഞ്ജിനി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. ഡിന്നറിനൊപ്പം മദ്യവും വിളമ്പിയിരുന്നു. ഞങ്ങൾ കുറച്ചുപേരുണ്ടായിരുന്നു. എല്ലാവരും അൺകംഫർട്ടബിൾ ആകാൻ തുടങ്ങി. അതും ബോട്ടിൽ, വെള്ളത്തിന്റെ നടുക്ക്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ദേഷ്യപ്പെട്ട ദിവസമായിരുന്നു അന്ന്. അന്ന് ഞാൻ ഭദ്രകാളിയായി. ഡിന്നർ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കുടുക്കിയതുപോലെ തോന്നി. ഞാൻ പ്രശ്നമുണ്ടാക്കി. ഇത് കേരളമല്ല, ദുബായ് ആണ്. ഒരു ഫോൺ കോളിൽ പോലീസ് എത്തുമെന്ന് പറഞ്ഞു. ആ ദിവസം ഒരിക്കലും മറക്കില്ല. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. നമ്മൾ തന്നെ ഒച്ചയും ബഹളവും ഉണ്ടാക്കി രക്ഷപ്പെടേണ്ട അവസ്ഥയായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് എന്നെ പുറത്തു കൊണ്ടുപോയ ആളിന്റെയും ഉദ്ദേശം വേറെയായിരിക്കാം എന്ന്. മറ്റൊരിക്കൽ കണ്ണൂരിൽ ഒരു പരസ്യ ചിത്രത്തിന്റെ ഷൂട്ടിന് പോയപ്പോൾ ഉണ്ടായ അനുഭവവും രഞ്ജിനി തുറന്നു പറഞ്ഞു. ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് നിന്നൂടെ നിന്നൂടെ എന്ന് ചോദിച്ചു. എന്റെ ഡ്രൈവറും കൂടി ഉണ്ടായിരുന്നു. എന്തിനാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതും ഇതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. അതായത് ഞാൻ അയാൾക്കൊപ്പം കിടക്കണം. ഇങ്ങനെയൊരു സംഭവം, അതും ഇത്രയും ഡയറക്റ്റായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ അയാളെയും വിളിച്ച് റൂമിന് പുറത്തിറങ്ങി കോർഡിനേറ്ററുടെ അടുത്ത് പോയി ചോദിച്ചു, താനാണോ ഞാൻ ഇയാളുടെ കൂടെ കിടക്കുമെന്ന് പറഞ്ഞത്? അവിടെ അവർ രണ്ടുപേരും പരുങ്ങിയത് ഞാൻ മറക്കില്ല. തുടർന്ന് എൻ്റെ വണ്ടിയിൽ അയാളുടെ വീട്ടിൽ പോയി. വഴി നീളെ ഞാൻ ഉപദേശിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഞങ്ങളുടെ പണി ഇതാണോ എന്ന്. ഭയങ്കര മാപ്പു പറച്ചിലായിരുന്നു. എനിക്ക് ഒരാളുമായി കിടക്ക പങ്കിടണമെങ്കിൽ പരസ്പരം രണ്ടു കൂട്ടർക്കും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും. അതിന് എൻ്റെ ജോലിയുമായി ഒരു ബന്ധവുമില്ല.